നമസ്കാരം. ക്യൂ മലയാളി UK ന്യൂസിലേക്ക് സ്വാഗതം. നിയമപ്രകാരമുള്ള പരമാവധി നികുതി വർധനയുടെ 5 ഇരട്ടി വരെ കൗൺസിൽ ടാക്സ് വർധനവ് വരുന്നു. 4 മില്യണിലേറെ കുടുംബങ്ങളെയാണ് കൗൺസിൽ ടാക്സിന്റെ ഈ വർധനവ് ബാധിക്കുക. 25% വരെ കൗൺസിൽ ടാക്സ് വർദ്ധിക്കുന്ന മേഖലകളിൽ UK വലിയൊരു ശതമാനം മലയാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഇത് മലയാളികളെ സാരമായി ബാധിച്ചേക്കാം. ഏപ്രിൽ മുതലാണ് നികുതി വർധനവുകൾ പ്രാബല്യത്തിൽ വരിക. നിയമപരമായ പഴുതുകൾ പ്രയോജനപ്പെടുത്തി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന 7 കൗൺസിലുകളാണ് 9.99% മുതൽ 15% വരെ നികുതി ഉയർത്താൻ ശ്രമിക്കുന്നത്. ഗവൺമെന്റിന്റെ നിയമപ്രകാരം കൗൺസിൽ ടാക്സിൽ ഒരു വർഷം പരമാവധി ഉയർത്താവുന്ന തുക 4.99% മാത്രമാണ്. അങ്ങനെയിരിക്കെയാണ് ഇത്ര വലിയ ഒരു വർധനവിനെക്കുറിച്ച് കൗൺസിലുകൾ ആലോചിക്കുന്നത്. സെക്ഷൻ 114 നോട്ടീസ് പ്രകാരം പാപ്പരായി മാറുന്ന കൗൺസിലുകൾക്ക് ഉയർന്ന നികുതി ഈടാക്കാൻ നിയമം അനുമതി നൽകുന്നു. ഈ നിയമം ദുരുപയോഗം ചെയ്താണ് കൗൺസിലുകൾ അനുമതി തേടാതെ നികുതി വർദ്ധിപ്പിക്കുന്നത്. പുതിയ ബോട്ടിൽ ഡെപ്പോസിറ്റ് നിയമങ്ങൾ നിലവിൽ വരുന്നു. ബോട്ടിൽ റിട്ടേൺ പദ്ധതിക്ക് വഴിയൊരുക്കുന്ന നിയമങ്ങൾ 2027 ഒക്ടോബറിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പ്രാദേശിക സൂപ്പർമാർക്കറ്റ് പോലുള്ള കളക്ഷൻ പോയിന്റിലേക്ക് ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ തിരികെ നൽകുന്നതിന് സാമ്പത്തിക പ്രോത്സാഹനം ലഭിക്കും. ഇതുവഴി കുപ്പിയോ ക്യാനോ റീസൈക്കിൾ ചെയ്യപ്പെടും. ലോകമെമ്പാടുമുള്ള 50-ലധികം രാജ്യങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കുപ്പികളും ക്യാനുകളും റീസൈക്കിൾ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. 2023 5 ദശലക്ഷത്തോളം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വേപ്പുകൾ പൊതുമാലിന്യത്തിൽ തള്ളുകയോ വലിച്ചെറിയുകയോ ചെയ്തിട്ടുണ്ട്. 2025 ജൂൺ 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വേപ്പുകൾക്ക് നിയമനിർമ്മാണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലണ്ടൻ ട്യൂബിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ നൂറുകണക്കിന് കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സാദിഖ് ഖാൻ ലണ്ടൻ മേയർ ആയതിനു ശേഷം കുറ്റകൃത്യങ്ങൾ കുത്തനെ വർദ്ധിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2023 ജനുവരിക്കും ഡിസംബറിനും ഇടയിൽ ട്യൂബിനകത്ത് നടന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ എണ്ണം 22,562 ആണെന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയും മെയിൽ ഓൺലൈനിൻ്റെ റിപ്പോർട്ടിലുണ്ട്. 2024 ആദ്യ 3 മാസക്കാലത്തെ കണക്കുകൾ അനുസരിച്ച് 6,319 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗ്യാംബ്ലിങ്ങിന് അടിമപ്പെട്ടവരെ കണ്ടെത്തി ചികിത്സിക്കണമെന്ന് GPമാർക്ക് നിർദ്ദേശം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസിന്റെ ഗ്യാംബ്ലിങ്ങിനെ ആസ്പദമാക്കി ആദ്യമായി പുറത്തിറക്കിയ നിർദ്ദേശപ്രകാരം ആരോഗ്യം, സാമ്പത്തികം, രോഗിയുടെ ചുറ്റുമുള്ള ആളുകൾ, അവരുടെ കുടുംബം, പ്രാദേശിക സമൂഹം എന്നിവ ഉൾപ്പെടെയുള്ള ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഓരോ വ്യക്തിയെയും ബാധിക്കുന്നുണ്ടോ എന്ന് കൃത്യമായ കണക്കുകൾ GPമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളും കളക്ട് ചെയ്യണമെന്നാണ്. മദ്യത്തിനും പുകവലിക്കോ അടിമകളായവരെ കണക്കുകൾ സൂക്ഷിച്ച് അവരെ ചികിത്സിക്കുന്നത് പോലെ തന്നെ ഗ്യാംബ്ലിങ്ങിന് അടിമകളായവരെയും കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും വഴി നൽകണമെന്നും നിർദ്ദേശിക്കുന്നു. 2019 മുതൽ ഇപ്പോൾ വരെ 15ഓളം ക്ലിനിക്കുകൾ NHS തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 2023 20,000 ആളുകളിൽ നടത്തിയ ഒരു സർവേ കണക്കുകൾ പ്രകാരം 500-ൽ കൂടുതൽ ആളുകൾക്ക് ഗ്യാംബ്ലിംഗ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതും ഇങ്ങനെയൊരു തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി. UK പ്രവൃത്തി ദിനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി 200 കമ്പനികൾ മുന്നോട്ട് വന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇനി മുതൽ ഈ കമ്പനികളുടെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 4 ദിവസം മാത്രമായിരിക്കും. ജീവനക്കാരുടെ ശമ്പളത്തിൽ കുറവ് വരാതെ ആയിരിക്കും. 4-Day Beat ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 5,000-ഓളം ജീവനക്കാർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത്. ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തിദിനം ആക്കുക എന്നത് ഏകദേശം 100 വർഷം മുൻപ് നടപ്പിലാക്കിയ സമ്പ്രദായമാണെന്നാണ് 4-Day Week ഫൗണ്ടേഷന്റെ വക്താക്കൾ പറയുന്നത്. തൊഴിലാളികൾക്ക് മാത്രമല്ല തൊഴിലുടമകൾക്കും ഇതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നാണ് ഫൗണ്ടേഷൻ അവകാശപ്പെടുന്നത്. വെസ്റ്റ് റീറ്റിംഗ് NHS പദ്ധതിയിൽ നിന്ന് ഹെൽത്ത് ടാർഗറ്റ് ഉപേക്ഷിക്കുന്നു. NHS ട്രസ്റ്റുകൾക്കുള്ള മാർഗനിർദ്ദേശം ഹെൽത്ത് ഒഫീഷ്യൽസ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഓസ്റ്റിയോപൊറോസിസ് തിരിച്ചറിയുന്ന ഫ്രാക്ചർ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന ആരോഗ്യ സെക്രട്ടറിയുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കേന്ദ്ര NHS ലക്ഷ്യങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കുന്ന ആസൂത്രണ മാർഗനിർദ്ദേശം പരാജയപ്പെടുമെന്ന ആശങ്കയും വനിതാ ആരോഗ്യ ഗ്രൂപ്പുകൾ പങ്കുവച്ചു. എല്ലാ വർഷവും NHS ഇംഗ്ലണ്ട് ആസൂത്രണ മാർഗനിർദ്ദേശം പ്രസിദ്ധീകരിക്കുന്നു. ഇത് NHS ട്രസ്റ്റുകൾക്കും കമ്മീഷണർമാർക്കും പ്രധാന മുൻഗണനകൾ നൽകുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറോടെ എല്ലാ ഇൻ്റഗ്രേറ്റഡ് ബോർഡിലും ഒരു വനിതാ ഹെൽത്ത് ഹബ്ബ് എങ്കിലും സ്ഥാപിക്കണമെന്ന് മാർഗനിർദ്ദേശം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ബാക്ക്ലോഗുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരം മേഖലകൾക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രിമാർ പറഞ്ഞിരുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ക്യൂ മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.